അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽ മദ്ദും ബിൽ വാവ്. വാവ് മദ്ദും ഓരോ ലെറ്ററിൽ വരുമ്പോൾ ആ ലെറ്റർ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ലെറ്റർ ബാക്ക് ലൊമ്മാണ് അല്ലേ, ബൂ എന്നാണ്. നമുക്കറിയാം ലൊമ്മിൻ്റെ കൂടെ മാത്രമേ വാവ് മദ് വരികയുള്ളൂ. ഇപ്പോൾ ബാക്ക് ലൊമ്മാവുമ്പോൾ വാവ് മദ്ദാണ് വരേണ്ടത്, ബൂ. അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്, ബൂ. ഇനി ബാക്ക് ഫതഹ ആവുമ്പോൾ ഏത് മദ്ദ വരിക, അലിഫ് മദ് അല്ലേ. അപ്പം അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്, ബേ. ഓക്കെ. ബാക്ക് കെസ്റാവുമ്പോൾ ഏത് മദ്ദ വരിക, യാ മദ്ദ വരിക അല്ലേ. ബാക്ക് കെസ്റാവുമ്പോൾ യാ മദ്ദാണ് വരിക, ബീ. ഓക്കെ. ഇനി ബാക്ക് ലൊമ്മാവുമ്പോൾ അലിഫ് മദ് വരുമോ, ബാക്ക് ലൊമ്മാവുമ്പോൾ അലിഫ് മദ് വരുമോ, ഇല്ല അല്ലേ, അലിഫ് മദ് വരൂല. ബാക്ക് ലൊമ്മാവുമ്പോൾ യാ മദ് വരുമോ, അതും വരൂല. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഓരോ അക്ഷരത്തിനും വാവ് മദ് വരുമ്പോൾ അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ബൂ. ബൂക്ക് വാവ് മദ് വരുമ്പോൾ ബൂ. അടുത്തത് തു. തൂക്ക് വാവ് മദ് വരുമ്പോൾ തൂ. അടുത്തത് സു. സൂക്ക് വാവ് മദ് വരുമ്പോൾ സൂ. ജു, ജൂ. ഹു, ഹൂ. ഹോ, ഹോ. ദു, ദൂ. സു, സൂ. റു, റൂ. ഈ ദു, സു, റു അതൊക്കെ അറിയാലോ അല്ലേ. അതുകൊണ്ട് എന്താണ് ആദ്യമേ വേറെ അക്ഷരം കൂട്ടിച്ചേർത്ത് എഴുതാൻ കഴിയില്ല, അതുകൊണ്ട് വാവയുടെ ഒറ്റയ്ക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ. സു, സൂ. സു, സൂ. ഷു, ഷൂ. സു, സൂ. ലു, ലൂ. തു, തൂ. ലു, ലൂ. ഓ, ഓ. ഓ, ഓ. ഫു, ഫൂ. കൊ, കോ. കു, കൂ. ലു, ലൂ. മു, മൂ. നു, നൂ. ഹു, ഹൂ. വു, വൂ. അവിടെ വാവ് ലൊമ്മിന് വാവിന് ലൊമ്മായപ്പോൾ വാവ് തന്നെയാണ് മദ്ദായിട്ട് വന്നത്, വൂ. യു, യൂ. ഉ, ഊ. ഓക്കെ. അപ്പം ഇത്രയാണ് വാവ് മദ് വരുമ്പോൾ ഓരോ ലെറ്റേഴ്സിനും വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സൗണ്ടുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ലോങ് വവ്വൽസിൻ്റെ സൗണ്ടുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. എങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് അറബി നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.